ഇപ്പോൾ റീസെൻ്റ്ലി നെറ്റ്ഫ്ലിക്സിൽ ഒരു കൊറിയൻ സീരീസ് റിലീസായിട്ടുണ്ടായിരുന്നു. സീരീസിൻ്റെ പേര് ഏജൻറ്റ് കിം റീആക്ടിവേറ്റഡ് എന്നാണ്. ഈ സീരീസിൻ്റെ 2-3 എപ്പിസോഡ്സ് ഇറങ്ങിയപ്പോൾ തന്നെ ഈ സീരീസ് അടിപൊളി സീരീസാണ്, വേറെ ലെവൽ സീരീസാണ്, മസ്റ്റ് വാച്ച് ആയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2-3 എപ്പിസോഡ്സ് കണ്ട് അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തു, ബാക്കി ഫുൾ എപ്പിസോഡ്സ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫുൾ എപ്പിസോഡ് വന്ന് ബാക്കി ഒരു 7 എപ്പിസോഡ് ഒറ്റയടിക്ക് ഇരുന്ന് കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ റിവ്യൂ പറയുന്നത്. ഈ സീരീസ് ജൂൺ 25-ാം തീയതിയാണ് റിലീസായിട്ടുള്ളത്. സൗത്ത് കൊറിയയിൽ വെള്ളി ശനി, അതായത് വീക്കെൻഡിൽ 2 എപ്പിസോഡ്സാണ്. വെള്ളിയാഴ്ച ഒരു എപ്പിസോഡ്, ശനിയാഴ്ച ഒരു എപ്പിസോഡ്, അങ്ങനെ ഓരോ വീക്കിൽ 2 എപ്പിസോഡ് വെച്ചിട്ടാണ് ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഫുൾ എപ്പിസോഡ് കണ്ടിട്ട് അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സീരീസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം, സിമ്പിളായിട്ട് പറയാം, കൂടുതൽ സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ. ഇതിൽ മെയിൻ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് കിം എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. ഈ ഏജൻറ്റ് കിം നോർത്ത് കൊറിയയിൽ ആർമിയിൽ ഒരു സ്പൈ ആയിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം സൗത്ത് കൊറിയയിലോട്ട് വരുന്നു. സൗത്ത് കൊറിയയിൽ വന്നതിന് ശേഷം സൗത്ത് കൊറിയൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സൗത്ത് കൊറിയയിലെ ഒരു ലേഡിയായിട്ട് ഇദ്ദേഹം ഇഷ്ടത്തിലാവുന്നു, കല്യാണം കഴിക്കുന്നു, പിന്നീട് ഒരു കൊച്ചുണ്ടാവുന്നു. സോ ഇതെല്ലാം സിമ്പിളായിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കുറേ ഫ്ലാഷ് ബാക്കിലോട്ട് പോയിട്ട് ഇവരുടെ റൊമാൻസ് കാര്യങ്ങൾ, മാരേജ്, അതൊന്നും ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ പറഞ്ഞ് ഫ്ലാഷ് ബാക്കൊക്കെ പറഞ്ഞ് കുറേ ബോറടിപ്പിക്കുന്നു വിചാരിച്ചു, സാധാരണ ഈ ഡ്രാമാസ് പോലെ. സോ അങ്ങനെയൊന്നും നത്തിങ് ഹാപ്പൻഡ്, അങ്ങനെയൊന്നും ഉണ്ടായില്ല. സോ അതന്നെ വലിയ കാര്യം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ മകളെ അവിടുത്തെ ബിസിനസ് മാൻസ് അല്ലെങ്കിൽ ഗാങ്സ്റ്റേഴ്സ് ഇവർ തട്ടിക്കൊണ്ടു പോകുന്നു. അവരെ കണ്ടുപിടിക്കാനായിട്ട് ഈ കിം വീണ്ടും ആക്ടിവേറ്റ് ആവുന്നു. ഏജൻറ്റ് കിം റീആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ പോലെ ആ പേരിൽ കറക്റ്റായിട്ടുള്ള ആപ്റ്റാണ് ഈ സീരീസ്. സോ ഇപ്പം ഞാൻ ഫ്യൂരീസ് എന്നുള്ള സിനിമ ഇതിന് മുന്നേ പറഞ്ഞിരുന്നല്ലോ. പലർക്കും തോന്നി ഇത് ഫ്യൂരീസ് എന്നുള്ള സിനിമയുടെ അതേ ഒരു കഥ പോലെ ഉണ്ടല്ലോ എന്ന്. ഈ മകളെ തട്ടിക്കൊണ്ടുപോയി മകളെ കണ്ടുപിടിക്കാൻ പോകുന്നു എന്നുള്ളൊരു സിനാരി ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അങ്ങനെ എത്രയോ സിനിമകളും സീരീസുകളും വന്നിട്ടുണ്ട് ഇതിന് മുന്നേ. ബട്ട് ഇത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും അറിയാലോ, അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ തന്നെ അവരൊരു എനിമീസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വാർ സിറ്റുവേഷൻ, ഫുൾ പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. ഈ 2 രാജ്യങ്ങളും തമ്മിൽ എപ്പോൾ നോക്കിയാലും പല പ്രശ്നങ്ങളാണ്. ഇന്റേണൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ വൈസ് ആണെങ്കിലും ശരി. ടോട്ടലി നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ എങ്ങനെയാണ്, അതുപോലെയുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. അങ്ങനെ എനിക്ക് ഈ ഏജൻറ്റ് കിം മകളെ കണ്ടുപിടിക്കാൻ പോകുന്നതും അവിടെ നടക്കുന്ന ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ടല്ലോ, ഐഡന്റിറ്റി മറച്ചു വെച്ചിട്ടാണ് ഈ സൗത്ത് കൊറിയയിൽ ജീവിക്കുന്നത്. ഇദ്ദേഹം ഒരു സ്പൈ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർമിയിൽ വർക്ക് ചെയ്ത ആളാണെന്നൊന്നും അവിടുത്തെ ആളുകൾക്ക് ആർക്കും അറിയില്ല. ഇദ്ദേഹത്തിൻ്റെ 2-3 ക്ലോസ്ഡ് ഫ്രണ്ട്സിനും പിന്നെ അവിടുത്തെ ഗവൺമെൻറ് ടോപ്പ് സീക്രട്ട് ഏജൻസിന് കുറച്ച് പേർക്ക് മാത്രമാണ് ഇദ്ദേഹം ആരാന്ന് അറിയുള്ളൂ. ബട്ട് അയാളുടെ മകൾക്ക് പോലും ഇദ്ദേഹം ആരാന്നറിയില്ല. സോ എൻ്റയർലി ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ മൊത്തം ചേഞ്ച് ചെയ്തിട്ടാണ് അവിടെ ജീവിക്കുന്നത്, ഒരു സാധാരണ എംപ്ലോയിനെ പോലെ. ഏജൻറ്റ് കിമ്മിനെ ഈ നോർത്ത് കൊറിയൻ ആർമിയും നോർത്ത് കൊറിയൻ ഗവൺമെൻറ്റും അറസ്റ്റ് ചെയ്യാൻ, പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ഇദ്ദേഹം എവിടെയാണോ ആരാണെന്നൊന്നും അറിയില്ല, ആർക്കും അറിയില്ല. സോ ഇദ്ദേഹം ഹൈഡായി ജീവിക്കുകയാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ മകളെ കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്ത് ഇയാൾ എക്സ്പോസ്ഡ് ആവുന്നു. സോ അങ്ങനെ ഇരിക്കെ ഈ നോർത്ത് കൊറിയൻ ആർമിയും എല്ലാവരും കൂടെ ഈ സൗത്ത് കൊറിയയിലോട്ട് വരുന്നു. പിന്നെ ഇവിടുത്തെ ഇന്റേണൽ ഇഷ്യൂസ്, ഇവിടുത്തെ ഗാങ്സ്റ്റേഴ്സ്, ഇവിടുത്തെ ബിസിനസ്മാൻമാർ, ഇവരായിട്ട് ഇദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെ ടോട്ടലി എല്ലാ ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ വരുന്നു. പ്രശ്നങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ. ഇതിൻ്റെ ജോണർ ഒരു സ്പൈ ആക്ഷൻ ത്രില്ലറാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഫൈറ്റ്സ് ഒക്കെ കിടിലൻ ഫൈറ്റാണ്. ഞാൻ ഇതിന് മുന്നൊരു കൊറിയൻ സീരീസ് പറഞ്ഞല്ലോ, ടീച്ച് യു എ ലെസൺ എന്നുള്ള സീരീസ്. അതിലും അത്യാവശ്യം ആക്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്ഷൻസ് കുറച്ചും കൂടെ ലൈവായിട്ട്, കുറച്ചും കൂടെ ആക്ഷൻ സീക്വൻസ് കൂടുതലാണ്, ഗ്രൗണ്ട് ലെവലുള്ള ആക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ ഈ കിം ഏജൻറ്റിൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്. ഒരാൾ ഈ തായ്ക്കൊണ്ടോ ഈ മാർഷൽ ആർട്സിൽ ഉള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഈ മാർഷൽ ആർട്സ് തായ്ക്കൊണ്ടോ ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒരു എക്സ് മറൈൻ എംപ്ലോയി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് ഒരു ഫ്രണ്ട് കൂടെ അദ്ദേഹത്തിനുണ്ട്, കുറച്ച് ഫാറ്റ് ആയിട്ടുള്ളത്. ആ പുള്ളിയും അടിപൊളിയാണ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കോമഡി കളർന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് എത്രത്തോളം അടി കിട്ടുന്നു അതിനനുസരിച്ചിട്ടുള്ളവും അദ്ദേഹം കുറച്ചും കൂടെ എനർജറ്റിക് ആവുക. സോ അങ്ങനെയുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഈ സീരീസിലുണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ ഇതിൽ കോമഡി കുറച്ച് അസ്ഥാനത്തായിപ്പോയി എന്ന് എനിക്ക് തോന്നിപ്പോയി, ഈ കോമഡി പറഞ്ഞിട്ട്. കാരണം ഇവർ ഈ മറൈൻ, ആർമി, ഈ സ്പൈ അങ്ങനത്തെ ഉള്ള ആളുകളാണ്. ബട്ട് എല്ലാവരും എപ്പോഴും സീരിയസ് സിറ്റുവേഷൻ ആവണമെന്നില്ല, കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഇതിൽ കുറച്ച് കോമഡി കുറച്ച് കൂടിപ്പോയി. ഈ സൗത്ത് കൊറിയൻ കൾച്ചറിന് അനുസരിച്ചിട്ടുള്ള കുറച്ച് കോമഡിയാണ്. അവരുടെ പല ഡ്രാമാസും സീരീസ് ഒക്കെ കണ്ടവരാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർക്ക് കുറച്ചും കൂടെ അവരുടേതായിട്ടുള്ളൊരു കോമഡീസ് ഉണ്ടല്ലോ, എങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ അനുസരിച്ചിട്ടുള്ള ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. എനിക്ക് പേഴ്സണലി അത് കുറച്ച് ഓവറായി പോയെന്ന് തോന്നി.
പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഏകദേശം ഇതൊരു 8 എപ്പിസോഡിൽ വൈൻഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരുന്നു. ഇത് 10 എപ്പിസോഡ് വരയ്ക്കും കുറച്ച് കൊണ്ടുപോയ പോലെ എനിക്ക് തോന്നി. മകളെ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയെന്ന് നമുക്ക് തോന്നി, ഇപ്പോൾ മകളെ കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ നിന്ന് വീണ്ടും വേറെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോകും, പിന്നെ അവിടെ നിന്ന് വേറെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോകും. പിന്നെ അത് അങ്ങനെ പോയി കുറച്ച് ലെങ്തി ആയി പോലെ തോന്നി. സോ അത് കുറച്ച് ക്രിസ്പാക്കി കട്ട് ചെയ്ത് 8 എപ്പിസോഡിൽ നിർത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു അടിപൊളിയായിരുന്നു. എന്നാലും അത് അത്യാവശ്യം ഫാസ്റ്റ് പേസിൽ പോകുന്ന ഒരു സീരീസ് തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് സ്ലോയും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഈ ഒരു കുറച്ച് ലാഗ് ഫീൽ ചെയ്തു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം ബ്ലഡ് ഷീറ്റ് പരിപാടികളൊക്കെ, ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും വയലൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അല്ലാതെ വേറെ സെക്ഷലി അങ്ങനെ വേറെ സീൻസും കാര്യങ്ങളൊന്നും ഈ സീരീസിലില്ല. തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന നല്ലൊരു സീരീസാണ്. അത്യാവശ്യം മസ്റ്റ് വാച്ച് സീരീസ് തന്നെയാണെന്ന് പറയുന്നത്. അടിപൊളി കിടിലൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു സ്പൈ ആക്ഷൻ സീരീസാണത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ആസ്പെക്ട്സിൽ അടിപൊളിയായിട്ട് അറിയാലോ, ഈ പ്രത്യേകിച്ച് ഈ കൊറിയൻ ഡ്രാമാസും ഈ കൊറിയൻ ഫിലിംസൊക്കെ മാക്സിമം എല്ലാം ടെക്നിക്കൽ ടോപ്പ് നോച്ച് സാധനങ്ങളായിരിക്കും. എസ്പെഷ്യലി അവരുടെ വിഷ്വലി, അതുപോലെ തന്നെ ഈ ലൊക്കേഷൻസ്, പിന്നെ ആക്ഷൻസ്, അതുപോലെ തന്നെ എന്താ പറയുക സൗണ്ട് ക്വാളിറ്റി എല്ലാം ടോട്ടലി ഒന്നും പറയാമല്ലോ, എല്ലാം ടെക്നിക്കലി ടോപ്പ് നോച്ച് സംഭവമാണ്. സോ കണ്ട ആളുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. കാണാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സീരീസ് ആണ്.